ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടന്റ് നോളജ് അനാലിസിസ് എന്നുള്ള ടോപ്പിക്കാണ്. ബി എഡിൻ്റെ ടോപ്പിക്കാണ് കണ്ടന്റ് നോളജ് അനാലിസിസ് എന്നുള്ളത്. എന്താണ് കണ്ടന്റ് നോളജ് അനാലിസിസ്? ആദ്യമേ നമുക്ക് ആ വേർഡിൽ തന്നെ ഉണ്ട്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടന്റ് ഈസ് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് എ ലെസൺ ഓർ എ യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ലെസൻ്റെ ഒരു സബ്ജക്റ്റ് മാറ്റർ ആണ് എന്തെന്ന് പറയുന്നത് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ബിസിനസ് സ്റ്റഡീസ് ആണെന്ന് വിചാരിക്കുക. ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു യൂണിറ്റാണ് ബിസിനസ് എൻവയോൾമെൻറ്റ് എന്നുള്ളത്. ആ ബിസിനസ് എൻവയോൾമെൻറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്. ആ ഒരു യൂണിറ്റിൻ്റെ ഒരു പോർഷനാണ് ബിസിനസ് എൻവയോൾമെൻറ്റിലകത്ത് ടൈപ്പ് ഓഫ് എൻവയോൾമെൻറ്റും ടൈപ്പ് ഓഫ് ബിസിനസ് എൻവയോൾമെൻറ്റൊക്കെ ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു കണ്ടൻ്റാണ്. അപ്പോൾ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്ജക്റ്റിലെ ഏതെങ്കിലും ഒരു ലെസണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റോ ആയിരിക്കാം. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. There are two type of content. First one processed content ഉണ്ട്, പിന്നെ unprocessed content ഉണ്ട്. എന്താണ് പ്രോസസ്ഡ് കണ്ടന്റ്? പ്രോസസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. നമുക്ക് ചിലപ്പോൾ അത് ടീച്ചറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം, അതല്ലെങ്കിൽ എന്താണ് ടീച്ചർ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയയിൽ നിന്ന് കിട്ടുന്നതോ വർക്ക് ബുക്കോ അങ്ങനെയുള്ളതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പ്രോസസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് അൺപ്രോസസ്ഡ് കണ്ടന്റ് ആണ്. അൺപ്രോസസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫ്സ്, ഡയറീസ്, ലെറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് അൺപ്രോസസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതിനെ പിന്നെ നമ്മൾ പ്രോസസ്ഡ് കണ്ടന്റ് ആക്കണം. എഫക്റ്റീവ് ലേണിംഗ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ബൈ അനാലിസിസ് ഓഫ് ദി കണ്ടന്റ്. അതായത് ഒരു കണ്ടന്റിനെ അനലൈസിങ് ദി കണ്ടന്റ്, ഒരു കണ്ടന്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അനലൈസ് ചെയ്യും. എന്താണ് മാനേജ്മെൻറ്റ്, എവിടെയൊക്കെ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ നമ്മൾ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം അനലൈസ് ചെയ്യുമ്പോഴാണ് ഒരു എഫക്റ്റീവ് ലേണിംഗ് അവിടെ നടക്കുന്നത്. കണ്ടന്റ് അനാലിസിസ് ഈസ് ദി process of breaking up the subject matter into terms, facts, concepts, principles, rules, process, etc. The scope of being appropriate for the group concerned. അതായത് കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാക്ട്സിൻ്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസോ റൂൾസോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. കണ്ടന്റ് അനാലിസിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ പെഡഗോഗിക്കൽ അനാലിസിസ്. ഫോർ ദി സബ്ജക്റ്റ് മാറ്റർ ഷുഡ് ബി അനലൈസ്ഡ് അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. അതായത് നമ്മളെന്താണ് സബ്ജക്റ്റ് മാറ്റർ ലോജിക്കായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെഡഗോഗിക്കൽ അനാലിസിസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കണ്ടന്റ് നോളജ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കണ്ടന്റ് നോളജ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെഡഗോഗിക്കൽ അനാലിസിസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കണ്ടന്റ് നോളജ് അനാലിസിസ് എന്ന് പറയുന്നത്. ആ സബ്ജക്റ്റിനെ നമ്മൾ എന്താണ് സീക്വൻസിൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കണ്ടന്റ് നോളജ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടന്റ് നോളജ് അനാലിസിസ്, ഹൗ ടു അനലൈസ് ദി കണ്ടന്റ് നോളജ്, എങ്ങനെ നമുക്കൊരു കണ്ടന്റ് നോളജ് അനലൈസ് ചെയ്യാം, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന 7 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ടേംസ്, ഫാക്ട്സ്, കോൺസെപ്റ്റ്സ്. ഈ കോൺസെപ്റ്റ്സിൽ തന്നെ മേജർ കോൺസെപ്റ്റും ഉണ്ട്, മൈനർ കോൺസെപ്റ്റ്സും ഉണ്ട്. പിന്നെ പ്രിൻസിപ്പിൾസ്, റൂൾസ്, പ്രോസസ്, ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കണ്ടന്റ് നോളജിനെ അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്കിതിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പ്രൊസീജിയറിൽ ഫസ്റ്റ് വൺ ടേംസ് ആണ്. ടേം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഏത് ടോപ്പിക്കാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് തന്നെയാണ് ടേം എന്ന് പറയുന്നത്. അതായത് ന്യൂ വേർഡ് ഹാവ് ബീൻ എ സ്പെസിഫിക് മീനിങ് അപ്രൂവഡ് അറ്റ് ഓൾ ഡിസ്കഷൻ. അതായത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ടോപ്പിക്കാണോ അതിനെയാണെന്ന് പറയുന്നത് ടേം എന്ന് പറയുന്നത്. ഒരു പുതിയ ടോപ്പിക് ആയിരിക്കുമല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, ആ ഒരു ന്യൂ വേർഡിനെയാണ് ടേം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. +2 പഠിക്കുന്നവർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം അവർ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും. അതൊരു ടേം ആണ്. ഇനി രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം എന്താണ്? ഫാക്ട്സ് ആണ്.
അപ്പം നമുക്ക് നമ്മുടെ ടേം കിട്ടി, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ടേമിൻ്റെ എക്സ്പ്ലനേഷൻസിനെയാണ് ഫാക്ട്സ് എന്ന് പറയുന്നത്. അക്വേസേഷൻ ഓഫ് നോളജ് ഓഫ് നമ്പർ ഓഫ് ഫാക്ട്സ്, അതായത് ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ കുറേ കാര്യങ്ങൾ കാണും. ആ നോളജുകളെ എല്ലാം അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫാക്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നോളജ് എങ്ങനെയൊക്കെ ആവാം, ചിലപ്പോൾ സെൽഫ് എവിഡൻറ്റ് ഇൻഫർമേഷൻ ആയിരിക്കാം, നമ്മൾ പോയി കളക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കാം. എന്തോ ആവട്ടെ, ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അറേഞ്ച് ചെയ്യുന്ന അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസിനെയാണ് ഫാക്ട്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് കാര്യമാണോ ജനറലൈസിങ് ദി ഐഡിയ, കുട്ടിക്ക് എന്തറിയാം, അല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സിലേക്ക് എന്ത് കാര്യമാണോ, ഏത് കോൺസെപ്റ്റാണോ നമ്മൾ എത്തിക്കേണ്ടത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദി ജനറലൈസ്ഡ് ഐഡിയ ഇൻ ദി ഫോം ഓഫ് എ മെൻ്റൽ ഇമേജ് റെപ്രസെൻറ്റിംഗ് ഓൾ മെമ്പേഴ്സ് ഇൻ എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്. ഒരു സെറ്റ് ഓഫ് ഒബ്ജക്ട്സിൽ എല്ലാവരുടെ മനസ്സിലും എന്താണോ എത്തേണ്ടത് അതിനെയാണ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. 2 കോൺസെപ്റ്റ്സ് ആണുള്ളത്. മേജർ കോൺസെപ്റ്റ്സും ഉണ്ട്, മൈനർ കോൺസെപ്റ്റ്സും ഉണ്ട്. മേജർ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ടേമില്ലേ, അതായത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് നമ്മുടെ മേജറായിട്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മൈനർ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, അതിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് മൈനർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഉള്ളിൽ എന്തൊക്കെയാണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, മൈനർ കോൺസെപ്റ്റുകളെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എത്ര സ്റ്റെപ്പായി, ടേം, ഫാക്റ്റ്, കോൺസെപ്റ്റ്, അങ്ങനെ 3 സ്റ്റെപ്പായി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്തതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നമ്മൾ ഈ പഠിക്കുന്ന ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് ഏതെങ്കിലും പ്രിൻസിപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ അതാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അക്കൗണ്ടിങ് പഠിക്കുകയാണെന്ന് വിചാരിക്കാം. അക്കൗണ്ടിങ് പഠിക്കാൻ നേരത്ത് നമുക്ക് അവിടെ നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എന്താണ്, ഗോയിങ് കൺസെപ്റ്റ്, അതൊരു കോൺസെപ്റ്റാണ്, അതൊരു പ്രിൻസിപ്പിളാണ്, അതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. മീനിങ് ഫുൾ ലിങ്കേജ് ഓഫ് 2 or more കോൺസെപ്റ്റ് ഗിവൺ ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള 2ഓ അതോ കൂടുതലോ കോൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രിൻസിപ്പിളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ പ്രിൻസിപ്പിൾ ഇവിടെ എഴുതാം. ഉദാഹരണം, ഇപ്പം നമ്മൾ ഡയറക്റ്റിങ്ങിനകത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്താണ്, ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു സുപ്പീരിയറുമായിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അക്കൗണ്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അതായത് സബോർഡിനേറ്റിന് എപ്പോഴും സുപ്പീരിയേഴ്സിനെ നമ്മൾ ഒരാളെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. അത് നമ്മളെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലുള്ള, ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലുള്ള കാര്യമാണ്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്തതാണ് റൂൾസ് എന്ന് പറയുന്നത്. റൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ്. അപ്പോൾ അത് നമുക്ക് കൂടുതലും അക്കൗണ്ടിങ്ങിലായിരിക്കും ഉള്ളതല്ലേ. എക്സാമ്പിളായിട്ട് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അതായത് ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ ആ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആ റൂളിനകത്ത് വരുന്ന കാര്യമാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് 6ാമത്തെ സ്റ്റെപ്പാണ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസിലേ നമുക്ക് റൂൾസ് ഉണ്ടാവത്തുള്ളൂ, അതുപോലെ തന്നെ ചില കേസിലേ നമുക്ക് പ്രിൻസിപ്പിൾസ് ഉണ്ടാവത്തുള്ളൂ, അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് പ്രോസസ്സ് ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും, ഇപ്പോൾ മാനേജ്മെൻറ്റ് ഫംഗ്ഷനകത്ത് ഒരു പ്രോസസ്സാണല്ലേ, കണ്ടിന്യൂസ് പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, പിന്നെയും പ്ലാനിങ്, ഓർഗനൈസിങ്. അപ്പോൾ അവിടെ ഒരു പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സ് നമുക്കിവിടെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്, പ്രോസസ്സ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിൽ വരുന്നത്. പിന്നെ ഇക്വേഷൻസും കൂടുതലും നമുക്ക് അക്കൗണ്ടിങ്ങിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, അതൊരു നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണല്ലേ, അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അതും എന്താണ്, നമ്മുടെ ഈ ഒരു കണ്ടന്റ് അനാലിസിസിൽ വരുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ കണ്ടന്റ് അനാലിസിസിൽ വരുന്ന കാര്യങ്ങളാണ് എന്തെന്നൊക്കെ പറയുന്നത്, ഈ 7 കാര്യങ്ങൾ: ഇക്വേഷൻസ്, പ്രോസസ്, റൂൾസ്, പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റിൽ തന്നെ മേജർ കോൺസെപ്റ്റ് ആൻഡ് മൈനർ കോൺസെപ്റ്റ്, ഫാക്റ്റ്, ടേംസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 7 കോൺസെപ്റ്റുകൾ, ഈ 7 കാര്യങ്ങളാണ് കണ്ടന്റ് അനാലിസിസിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടന്റ് നോളജ് അനാലിസിസും അതിന് എങ്ങനെ അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.